RSS വിജയദശമി പദസഞ്ചലനം നടത്തി. RSSന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് പുനലൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പദസഞ്ചലനവും പൊതുപരിപാടിയും സംഘടിപ്പിച്ചത്. RSSന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് വിജയദശമി പദസഞ്ചലനം നടത്തിയത്. പൊതുപരിപാടിയും സംഘടിപ്പിച്ചു. नमस्ते नमस्ते प्रभो शक्तिमन हिंदू राष्ट्रांगभूता प्रभो शक्तिमन हिंदू राष्ट्रांगभूता. പുനലൂർ അഷ്ടമംഗലം പുരിക്കലിലായിരുന്നു പരിപാടി. തന്നെയാണ് മാതൃപൂജയ്ക്കായി നാം ഒത്തുചേരാം. മാതാവിൻ വൈഭവ മന്ത്രവുമായി മാതൃപൂജയ്ക്കായി നാം ഒത്തുചേരാം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശതാബ്ദി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുക കൂടിയായിരുന്നു ഇത്തവണ. പദസഞ്ചലനത്തിന് ശേഷം നടന്ന പൊതുപരിപാടിയിൽ രാഷ്ട്രപതിയുടെ പുരസ്കാരം നേടിയ റിട്ടയേർഡ് കേരള പോലീസ് ASI ജെ ഗോപി അധ്യക്ഷത വഹിച്ചു. സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്, ശക്തി പ്രകടനക്കാരാണ്, ആ രീതിയിൽ പ്രവർത്തിക്കണം എന്നെല്ലാം മേലുദ്യോഗസ്ഥരും മറ്റും എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. തീർത്തും അത് ശരിയല്ല, അല്പം ശരിയുണ്ട് തന്നെ. കാരണം പോലീസ് എന്ന് പറയുന്നത് ജനത്തിൻ്റെ ജീവനും സ്വത്തിനും മനുഷ്യാവകാശത്തിനും ആത്മാഭിമാനത്തിനും സകലത്തിനും സംരക്ഷണം നൽകുന്ന കാര്യനിർവഹണ വിഭാഗത്തിൽ ഏറ്റവും തിളക്കമാർന്ന ഒരു വിഭാഗമാണ്. ആകയാൽ പോലീസിന്റെ പ്രഥമ ജോലി ക്രമസമാധാനമാകുന്നു, നാട്ടിൽ സമാധാനം ഉണ്ടാക്കലാകുന്നു, കുറ്റകൃത്യം ഉണ്ടാകാതെ തടയലാകുന്നു. ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ R സഞ്ജയൻ മുഖ്യ പ്രഭാഷണം നടത്തി. പല പ്രസ്ഥാനങ്ങളും ഭാരതത്തിൻ്റെ ഈ 100 വർഷം പിന്നിടുമ്പോഴും ഭാരതത്തിൻ്റെ ചില കോണുകളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ സന്ദർഭത്തിൽ എൻ്റെ ഭംഗി കുറയ്ക്കാൻ ഞാൻ ആ സംഘടനകളുടെ പേരൊന്നും പറയുന്നില്ല. ചില സംഘടനകൾ അതിലും പഴക്കമുള്ളതാണ്. അതിൻ്റെ അവസ്ഥയും വളരെ വളരെ ദുർബലമാണ് എന്ന് നമുക്കറിയാം. പല സംസ്ഥാനങ്ങളിലും നാമമാത്രമായി നിലനിൽക്കുന്നു. സജീവ സാന്നിധ്യമുള്ളത് ഈ വിരലിൽ ഉണ്ടാവുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം. പക്ഷേ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രത്യേകത എന്താണ്? കൽക്കട്ട മെഡിക്കൽ കോളേജിൽ നിന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടി ഒരു വ്യക്തി, 35 വയസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന്, ഡോക്ടർ കേശവ ബലിറാമൻ. പുനലൂർ തൊളിക്കോട് ജംഗ്ഷനിൽ നിന്നുമാണ് പദസഞ്ചലനം ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.